ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ രാവിലെ നമ്മൾ ഈദ്ഗാഹിലേക്ക് പോവാണ്. 8:15 നിസ്കാരം തുടങ്ങുക. അപ്പോൾ നമ്മളെ മുക്കത്തുള്ള നഫ്ന കോംപ്ലക്സിലാണ് സാധാരണ നമുക്ക് നിസ്കാരം ഉണ്ടാവില്ലേ. നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് തന്നെ പോയത്. അപ്പോൾ നമ്മൾ വായിച്ചും വെച്ച് കാക്ക താത്ത ഞങ്ങൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പള്ളിയിൽ ഒപ്പരം പോയല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ചിൻ്റെ ഏട്ടന്മാരുടെ വീട്ടിലും പങ്ങന്മാരുടെ വീട്ടിലും അങ്ങനെ പോയലാണ് എല്ലാ പെരുന്നാൾക്കും ചെയ്യൽ. പ്രാവശ്യം അതേപോലെ തന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം പോയത് വായിച്ചിൻ്റെ ഇളയവൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇളയവൻ്റെ വീട്ടിൽ പിന്നെ 3 മക്കൾ അടുത്തടുത്ത് ഇങ്ങനെ വീടുണ്ടാക്കിയാണ് ചെയ്ത്. അതൊക്കെ തന്നെ കാണാൻ നല്ല രസമാണ്. കുറേ മരത്തിൻ്റെ ഇടയിൽ ചെടികൾക്കൊക്കെ ഇടയിൽ 3 വീട് നിൽക്കുന്ന മാതിരി തോന്നുന്നു. ഇത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ ബോഗൺവില്ലയും പിന്നെന്താ വലിയൊരു ആപ്പിൾ ചാമ്പക്കയൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മളെ മക്കൾ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു എല്ലാം ഇങ്ങനെ നോക്കുക. അവർക്ക് ശരിക്കും നമ്മളെ വീട്ടിൽ നിന്നൊന്നും കിട്ടാത്ത എന്തോ ഒരു വൈബ് അവിടെ എത്തിയപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ആപ്പിൾ ചാമ്പക്കൊക്കെ പറിച്ചിങ്ങനെ തിന്ന അത്രയും പിന്നെ ചെറിയ ഹൈറ്റിലായിട്ട് ഇങ്ങനെ മൊത്തമായിട്ട് സ്പ്രെഡായിട്ട് നിൽക്കണ മരമുള്ള ഒരു മാക്സിമം ആ വീടിൻ്റെ എവിടെയൊക്കെ ചെടികൾ പിടിപ്പിക്കാൻ പറ്റും അത്രയും ഒരു പിടിപ്പിച്ചണം. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പെരുന്നാളിലൊന്നും നമുക്ക് കിട്ടുമല്ലോ, ഫ്രൂട്ട് സലാഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കുറച്ച് വലിയ വെറൈറ്റി ആയിട്ട് നമ്മൾ അരീക്കോടുള്ള മെമ്മറീസ് ഉണ്ടല്ലോ, നമ്മളെ നാട്ടിൽക്കൊക്കെ അറിയാൻ മതിയോ. അപ്പോൾ അത് വാങ്ങി വെക്കട്ടെ ചെയ്ത്. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണല്ലോ മെമ്മറീസ്. പല ഫ്ലേവർ, ഓറിയോ, സ്പാനിഷ്, പിന്നെ അങ്ങനെ എന്തൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ ഏതെല്ലാം കുറച്ച് വെറൈറ്റി. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് ഐസൊക്കെ തിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇളമനൊക്കെ കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ അടുത്ത ലൊക്കേഷൻ വായിച്ചിൻ്റെ പെങ്ങളെ വീട്ടിലാണ്. സാധാരണ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്കാണ് പോലെ. കാരണമുണ്ട്, വായിച്ചതിൻ്റെ പെങ്ങൾ അതായത് വല്ല അമ്മായി പിന്നെ എല്ലാ പെരുന്നാൾക്കും പൂരിയും ബീഫും ഉണ്ടാക്കും. ഇവരത് പ്രതീക്ഷിച്ചിട്ടാണ് രാവിലെ ഭക്ഷണം കഴിക്കുക തന്നെ ആ ഒരു അളവിലേ രാവിലെ കഴിക്കുള്ളൂ. പിന്നെ ബാക്കി അമ്മായിൻ്റെ അടുത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പൂരി ഇല്ലാതെ എന്റെ ജീവിതത്തിൽ എന്റെ കരിയറിൽ ഞാൻ അത്രയും കാലമായിട്ട് പോയി പെരുന്നാളിൽ അങ്ങനെ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പൂരിയും നല്ല ലിവർ വരട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു അമ്മേൻ്റെ വീട്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക ചെയ്ത്. കുറേ കുടുംബക്കാരുണ്ടാകുമ്പോൾ നല്ല രസമാണ്. പെരുന്നാൾക്ക് പ്രത്യേകിച്ച് രസമാണ്. ഓരോരുത്തരുടെ വീട്ടിൽ പോവാം, പിന്നെ കുറേ സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വേറെ രസമല്ല. പിന്നെ എൻ്റെ ആവിക്കുട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കുറച്ച് പൂച്ചക്കുട്ടികളും കുറച്ച് കിളികളും ഒക്കെ കണ്ടാൽ പിന്നെ ഒന്നൊന്നും വേണ്ട. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് ഒരു മൂത്താപ്പൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ്. അപ്പം ഏകദേശം എല്ലാവരും അടുത്തടുത്താണ്. കുറച്ചൊന്ന് വണ്ടിയിൽ പോയാൽ തന്നെ എല്ലാവരും വീട്ടിലോട്ടെത്തും. ഈദ് മുബാറക്. നല്ല അടിപൊളിയായി കേട്ടോ. താങ്ക് യു. കണ്ടിട്ട് ഞാൻ സാലിനോട് പറയും, ഞാൻ പാട്ട് പാടുന്നുണ്ടെങ്കിൽ പുതിയ പാട്ട് പാടുന്നുണ്ടെങ്കിൽ പാടാൻ
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഷാസറെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഷെഫ്ലൻ്റെയും ഷാസറിനെയും കുറച്ച് കത്തിയൊക്കെ കേട്ട് അവിടെ നിന്ന് നല്ല ഫ്രൂട്ട് സലാഡും ഒരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. പെരുന്നാൾക്ക് ഞാൻ ആദ്യമായിട്ട് സൂപ്പൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു മൂത്താപ്പൻ്റെ വീട്ടിൽ പോയി. മൂത്താപ്പൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞാക്ക പിന്നെ എന്താ കുൽഫിയും സിപ്പൊക്കെ വാങ്ങിച്ച് മക്കൾക്ക്. പിന്നെ ഇന്നത്തെ ദിവസം കുശാല അങ്ങനത്തെ ഒക്കെ കിട്ടുമല്ലോ കുറച്ച് വെറൈറ്റി ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ വേറൊരു അമ്മായിൻ്റെ മോൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് പിന്നെ വായിച്ചും തയ്ക്കും കാക്കിയും മക്കളൊക്കെ കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഐസ്ക്രീമും എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങിട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് പെരുന്നാളിൻ്റെ ദിവസം ഇങ്ങനെ കയ്യിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം ഉറങ്ങി. കഴിഞ്ഞേരം വൈകുന്നേരം ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി. Take one. Yeah, take one. അങ്ങനെ ചേനല്ലൂരെത്തി നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ തിരിച്ചു പോരണമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ ടൗണിൽ പോകാനുള്ള പ്ലാൻ ഇട്ട്. അങ്ങനെ അവസാനം നമ്മൾ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അറിയാതെ വെച്ചുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞുപോയി. അതിനുള്ള പിന്നെ ഫുഡ് വാരി തരില്ല, അവിടെ എത്തുമ്പോഴത്തേന് അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 7 മണി 7 ആകുമ്പോഴത്തേന് നമ്മൾ ടൗണിലെത്തി. നല്ല ബ്ലോക്ക് ഇനി പിന്നെ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണല്ലോ പെരുന്നാളല്ലേ. അങ്ങനെ അത്യാവശ്യം കുറച്ച് നേരം അവിടെ ആ ഒരു വഴിയിൽ തന്നെ കുറച്ച് നേരം ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉള്ളിലെത്തി. പിന്നെ മക്കൾക്ക് രസമാണല്ലോ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. സിൽവർ അല്ല നമ്മളത് ഇവിടെ ഉണ്ടോ? അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം കഴിഞ്ഞപ്പോൾ പപ്പ ഞാൻ ഇപ്പോൾ വരട്ടോ ഉമ്മച്ചിക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങി വരാം, ഒരു ചുരിദാറോ എന്ത് വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് താഴത്തോട്ട് പോയി. എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ പെരുന്നാളല്ലേ അതുകൊണ്ട് എന്തോ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം പപ്പനെ. അപ്പോൾ നോക്കുമ്പോൾ നാളെ ഞങ്ങളെ ആനിവേഴ്സറി അത് ഞങ്ങൾ രണ്ടാളും മറന്നുപോയി. ശരിക്കും ഞങ്ങളെ നിക്കാഹ് ജനുവരിയിലായതുകൊണ്ട് കല്യാണത്തിൻ്റെ ഇത് നമ്മളെപ്പോഴും വിടും. അപ്പോൾ ഓര് നമ്മളെ സർപ്രൈസ് ചെയ്താണ് ശരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട്. അത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തെ നെസ്റ്റോയിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനി. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി വലിയ ചാനലിലേക്ക് ഇറങ്ങി. പിന്നെ കഴിഞ്ഞ് നമ്മൾ മുക്കത്തേക്ക് പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.